शयन सपन में साइयो, गगन पवन में साइयो, शयन सपन में साइयो, नयन नयन में साइयो, नयन नयन में साइयो, जनन मरण में साइयो, जनन मरण में साइयो. ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ഫിലിസ് ക്രിസ്റ്റൽ ഭഗവാന്റെ ഒരു ഡിവോട്ടി. പല പുസ്തകങ്ങൾ അവർ രചിച്ചിട്ടുണ്ട്. അതിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു പുസ്തകം സായിബാബ ദ അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് എന്നുള്ള പുസ്തകമാണ്. അതിൽ വളരെ മനോഹരമായിട്ടൊരു അനുഭവം അവർ പറയുന്നുണ്ട്. അവർ ഈ സായിബാബ ദി അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് എന്നുള്ള പുസ്തകം എഴുതിയതിനു ശേഷം അത് ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോകാനുള്ളൊരു അവസരം അവർക്ക് കിട്ടി. ഭഗവാന്റെ കൂടെ ഇന്റർവ്യൂ റൂമിൽ ഇരിക്കുകയാണ്. അപ്പം അന്നൊക്കെ ഈ പുസ്തകം ആദ്യം ഈ ടൈപ്പ് റൈറ്റർ കൊണ്ട് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കൊണ്ട് ടൈപ്പ് ചെയ്യുകയോ അല്ല, അത് കൈ കൊണ്ട് എഴുതുക ചെയ്യാം. അപ്പോൾ അവരുടെ കൈ കൊണ്ട് തന്നെ അവർ എഴുതിയിട്ടുണ്ട്. ആ മാന്യൂസ്ക്രിപ്റ്റ് ഭഗവാന്റെ അടുത്ത് കൊണ്ടു കൊടുത്തു. ഭഗവാൻ ആ പുസ്തകത്തിൻ്റെ പേജുകൾ ഇങ്ങനെ തിരിച്ചു നോക്കുകയാണ്. ഒരു പേജ് നോക്കിയിട്ട് ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ക്രോസ് സ്ക്രാച്ചസ് എന്ന് പറഞ്ഞു. ഈ കാക്ക കെറുക്കിയതുപോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം ഫിലിസ് ക്രിസ്റ്റൽ വിചാരിച്ചത് അവരുടെ കൈയക്ഷരത്തെക്കുറിച്ച്, മോശം കൈയക്ഷരത്തെ കുറിച്ച് ഭഗവാൻ പറയാമെന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ ക്രോസ് സ്ക്രാച്ചസ് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആ പുസ്തകം ഫിലിസ് ക്രിസ്റ്റലിന്റെ മടിയിലേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ഭഗവാന്റെ ഒരു പ്രത്യേക പേജ് തുറന്നിട്ടാണല്ലോ ക്രോസ് സ്ക്രാച്ചസ് എന്ന് പറഞ്ഞത്. ആ പേജ് കണ്ടപ്പോൾ അവർക്ക് പെട്ടെന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവർ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടായ ഒരു വിഷൻ പെട്ടെന്ന് ഓർമ്മ വരികയാണ്. ആ ധ്യാനത്തിലിരിക്കെ അവർ കണ്ടത് ഈ കാഴ്ചയാണ്, ഉൾക്കാഴ്ചയാണ്. ആദ്യം അവരിങ്ങനെ ഒരു കയറിങ്ങനെ കെട്ടിയിരിക്കുകയാണ്. ആ കയറിൽ ഈ സർക്കസിലുള്ള ആൾക്കാരൊക്കെ നടക്കുന്ന പോലെ ഇങ്ങനെ രണ്ട് സൈഡിലും വീഴാൻ പാടില്ല. വീണ് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും പാറക്കല്ലുകളൊക്കെയാണ്. വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം. അപ്പോൾ ബാലൻസ് തെറ്റാണ്ട് ഇങ്ങനെ ആ ടൈറ്റ് റോപ്പ്, ആ കയറിൻ്റെ മുകളിൽ ഇവരിങ്ങനെ സൂക്ഷിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഫിലിസ് ക്രിസ്റ്റൽ. അതാണ് ഇവർ കാണുന്നത്. പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രാവ് ഇങ്ങനെ പറന്നു വരികയാണ്. ആ പ്രാവിൻ്റെ മനോഹാരിത കണ്ടവർ ശ്രദ്ധ തെറ്റി. അപ്പോൾ ആ പ്രാവിൻ്റെ മനോഹാരിത കണ്ട് ആകർഷിക്കപ്പെട്ട് പെട്ടെന്ന് അവരുടെ ശ്രദ്ധ തെറ്റുകയാണ്, അവരുടെ ബാലൻസ് പോവാണ്, അവർ ആ കയറുന്ന ഇങ്ങനെ താഴെ വീഴുകയാണ്. അതാണ് ആദ്യം കാണുന്നത്. പിന്നെ രണ്ടാമത് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെയും ആ കയറിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടന്നു പോവാണ്, ആ ടൈറ്റ് റോപ്പിൻ്റെ മുകളിൽ കൂടി. പെട്ടെന്ന് ഒരു കാക്ക ഇങ്ങനെ പറന്നു വരികയാണ്. കാക്ക പറന്നു വന്നിട്ട് അവരിങ്ങനെ കോറുകയാണ്. അപ്പോൾ ആ കാക്ക കോരുന്ന സമയത്ത് ഒരു വേദന ഉണ്ടാവുമല്ലോ. ആ വേദന അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ശ്രദ്ധ പിന്നെയും തെറ്റി. അങ്ങനെ ശ്രദ്ധ തെറ്റിയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും അവരുടെ ബാലൻസ് തെറ്റി അവർ താഴെ വീഴുകയാണ്. കുറേ ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഫിലിസ് ക്രിസ്റ്റൽ മനസ്സിലാക്കിയതാണ്, ഈ വളരെ മനോഹരമായിട്ടുള്ള പ്രാവ് അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സുഖമുള്ള അനുഭവങ്ങൾ, നമ്മൾക്ക് ഒരു സന്തോഷം വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു നേട്ടം വരുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ പ്രകീർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സന്തോഷമുണ്ടല്ലോ, നമ്മുടെ നല്ല അനുഭവങ്ങളിൽ നിന്ന് സാധാരണ സൂചിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഈ പ്രാവ് സിംബിളൈസ് ചെയ്യുന്നത് എന്നവർക്ക് തോന്നി. ഈ കോരുന്ന കാക്ക നമ്മുടെ ജീവിതത്തിൽ വരുന്ന തിക്ത അനുഭവങ്ങൾ അതാണെന്ന് അവർക്ക് തോന്നി. അപ്പോൾ ഇതിൽ നിന്ന് അവർ മനസ്സിലാക്കിയത് ജീവിതത്തിലെ പെയിൻ പ്ലഷർ, ഭഗവാൻ പറയുന്ന പോലെ പെയിൻ ഇസ് എൻ ഇന്റർവെൽ, പ്ലഷർ ഇസ് എൻ ഇന്റർവെൽ ബിറ്റ്വീൻ ടു പെയിൻസ്. അതുപോലെ തന്നെ പെയിൻ ഇസ് എൻ ഇന്റർവെൽ ബിറ്റ്വീൻ ടു പ്ലഷേഴ്സ്. അപ്പോൾ സുഖം ദുഃഖം, നേട്ടം നഷ്ടം, ജയം തോൽവി, കീർത്തി അപകീർത്തി,
എന്നുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ മാറിയും മറിഞ്ഞും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പ്രാവ് എന്ന് പറയുന്ന നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, അതിൽ നമ്മൾ വളരെയധികം നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിച്ച് നമ്മളത് ആ ബാലൻസ്, നമ്മുടെ ജീവിതത്തിൽ ആ ബാലൻസ് തെറ്റാൻ പാടില്ല. അതുപോലെ തന്നെ ഈ കാക്ക എന്ന് പറയുന്ന, കാക്കയുടെ ഈ കോറൽ എന്ന് പറയുന്ന തിക്താനുഭവങ്ങൾ, അതിനെക്കുറിച്ച് കണ്ടമാനം വേവലാതിപ്പെട്ടും നമ്മുടെ ജീവിതത്തിൽ ആ ബാലൻസ് പോകാൻ പാടില്ല. സമദൃഷ്ടി എന്ന് ഭഗവാൻ പറയുന്ന പോലെ സുഖമായാലും ദുഃഖമായാലും, അത് ലാഭമായാലും നഷ്ടമായാലും, ആരെങ്കിലും നമ്മളെ പ്രകീർത്തിച്ചാലും കുറ്റം പറഞ്ഞാലും രണ്ടും ഒരുപോലെ തന്നെ ഭഗവാന്റെ പ്രസാദമായിട്ട് കാണണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ബാലൻസിൽ പോകാൻ പറ്റും എന്നാണ് അവർ മനസ്സിലാക്കിയത്. ഇതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ ക്രോസ് സ്ക്രാച്ചസ് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഈ ഫെലിസ്ക്രസ്റ്റിൽ എഴുതിയ പുസ്തകം അവരുടെ മടിയിലേക്ക് എറിഞ്ഞു കൊടുത്തെന്ന് ഞാൻ പറഞ്ഞല്ലോ. കറക്റ്റായിട്ട് ഭഗവാൻ ക്രോസ് സ്ക്രാച്ചസ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മടിയിൽ ആ പുസ്തകം ഇട്ട് കൊടുത്ത സമയത്ത് ആ തുറന്നു കിടന്ന ആ ഒരു അധ്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഫെലിസ്ക്രസ്റ്റിൽ അവരുടെ ജീവിതത്തിൽ നടന്ന തിക്തമായിട്ടുള്ള അനുഭവങ്ങളും അവർക്ക് സംഭവിച്ച എല്ലാ ദുഃഖങ്ങളും കഷ്ടതകളും അതൊക്കെ വിവരിച്ച ചാപ്റ്ററിന്റെ ഒരു ചാപ്റ്റർ ആയിരുന്നു. ആ ചാപ്റ്ററിന്റെ പേജ് തുറന്നുകൊണ്ടാണ് ഭഗവാൻ ക്രോസ് സ്ക്രാച്ചസ് എന്ന് പറഞ്ഞ് എടുത്ത് വിട്ടുകൊടുത്തത്. എല്ലാം അറിയുന്ന ഭഗവാൻ തന്നെയാണ് ഈ ഒരു ധ്യാനത്തിലൂടെ ഈ ഒരു ജ്ഞാനം, ആ എക്സ്പീരിയൻസ്, അവർക്ക് കണ്ട ഈ വിഷൻ പകർന്നു കൊടുത്തത് എന്ന് ഫെലിസ്ക്രസ്റ്റിൽ ഇത് മനസ്സിലാക്കി. ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന ഡിവോഷൻ ഡെഫിനിഷൻ ഇതാണ്. ഭഗവാൻ പറയാണ്, ഭഗവാന്റെ ഡെഫിനിഷൻ ഓഫ് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുഖമായാലും ദുഃഖമായാലും, കീർത്തിയായാലും അപകീർത്തിയായാലും, ജീവിതത്തിലെ നല്ല അനുഭവങ്ങളായാലും തിക്താനുഭവങ്ങളായാലും, രണ്ടും സമദൃഷ്ടിയിൽ ഒരുപോലെ കാണാൻ പറ്റുന്ന ആ ഒരു അവസ്ഥ, ആ അവസ്ഥയാണ് ശരിക്കുള്ള ഡിവോഷൻ, ഭക്തി എന്ന് ഭഗവാൻ പറയുന്നു. ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ ഭഗവാന്റെ കാരുണ്യത്താൽ നമുക്ക് പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ മുഴുവൻ ഭഗവാന്റെ പാതാരബന്ധത്തിൽ സമർപ്പിക്കുകയാണ്. ജയ് സായിറാം.